ഞങ്ങള് ജോലി ചെയ്യുന്നുണ്ടല്ലോ. 20 മൈൽ ദൂരത്ത് നിന്ന് മോട്ടോർ സൈക്കിളിലാണ് വരുന്നത്. പിന്നീട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയല്ലേ അമ്മാവ? വീർ, ജിണ്ടുവിനെ വിളിക്ക്, എന്നിട്ട് ഈ കൊള്ളക്കാരെ ഓടിക്കാൻ പറയൂ. ഇന്ന് ഞാൻ എന്ത് പണിയാ ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. ജിന്റു, നീ അത് കണ്ടോ? ഈ കൊള്ളക്കാര് ഗ്രാമത്തിലുള്ളവരെ പേടിപ്പിക്കുക. അപ്പൂപ്പ, നമുക്ക് അകത്തേക്ക് പോവാം പ്ലീസ്. അപ്പൂപ്പ, ഇല്ലില്ല, ഞാൻ അകത്തേക്കൊന്നും പോവില്ല. അന്യായം ചെയ്യുന്നതിനേക്കാൾ തെറ്റാണ് അതെല്ലാം സഹിച്ചു നിന്നു കൊടുക്കുന്നത്. എനിക്ക് സന്തോഷമായി, വളരെ സന്തോഷമായി. ഇനി ഈ അപ്പൂപ്പൻ നമ്മുടെ സിനിമയുടെ ട്രെയിലർ കാണാൻ പോവുകയാണ്. അതിനുശേഷം മൂവിയും കാണിച്ചു കൊടുക്കും. അല്ല, ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നേ? മുകളിലുള്ളവൻ നമ്മുടെ എല്ലാം പ്രാർത്ഥന കേട്ടെന്നാ തോന്നുന്നത്. അങ്കിള്, എനിക്ക് പൈനാപ്പിൾ വേണം. എനിക്ക് ആപ്പിളും ഓറഞ്ചും വേണം. അല്ല, ഇതെന്തൊക്കെയായി സംഭവിക്കുന്നേ? ഇവിടുന്ന് വിട്ടോടാ. പ്ലീസ് പോവല്ലേ, കുറച്ചുകൂടി ഫയറിംഗ് ചെയ്തിട്ട് പോകൂന്നേ. നാളെ ഇവിടെ ഒരു ഉത്സവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ നാളത്തേക്ക് ഇവിടെ ഒരുപാട് പഴങ്ങളുടെ ആവശ്യമുണ്ടെന്നേ. താങ്ക് യു ലല്ലൻ കൊള്ളക്കാരൻ ചേട്ടാ, ഇനിയും വരണേ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അങ്കിൾ, ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു കമ്പനി കുട്ടികൾക്ക് വേണ്ടി തോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വെടിവെച്ച് ഇതുപോലെ ഫ്രൂട്ട്സുകൾ വരും. അതെ, വീർ പറഞ്ഞത് ശരിയാണ്. ആ തോക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാനും അത് വായിച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ. ഇങ്ങനത്തെ ഒരു തോക്കുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അപ്പൂപ്പ, എനിക്ക് തോന്നുന്നു ലല്ലൻ അങ്കിളുടെ തോക്കാരോ മാറ്റി വെച്ചെന്നാ. അപ്പൂപ്പ, ഞങ്ങളൊന്ന് ഗ്രാമം ചുറ്റി കണ്ടോട്ടെ. ചെല്ലു വീർ. പിന്നെ ആ ലല്ലൻ കൊള്ളക്കാരനെ എങ്ങാനും കാണുവാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് മിഠായി വാങ്ങിച്ചോണ്ട് വരണേ. ഇംലി, വാ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ചുൾബുൾ, സ്പീഡ് പോ, സ്പീഡ് പോ. നമുക്ക് ആ കൊള്ളക്കാരനെ പിടിക്കേണ്ടതാ. ഞാനൊരു ഡോങ്കി അല്ലാതെ ഹോഴ്സ് അല്ല, ഇത്രയും സ്പീഡൊക്കെ ഉള്ളൂ. ജിന്റു, ചുൾബുളിന്റെ സ്പീഡ് കൂട്ട്. അയ്യോ, ഇത്രയും സ്പീഡ് വേണ്ട. ഞാൻ പറയുന്ന കേക്ക്, എനിക്ക് കാലൊക്കെ വേദനിക്കുന്നു. Spring boots on. രക്ഷിക്കണേ, പ്ലീസ്, പ്ലീസ്, എന്നെ രക്ഷിക്കണേ. രക്ഷിക്കണേ. അങ്കിൾ, പേടിക്കണ്ട, ഞാൻ എത്തിപ്പോയി. ഇനി അങ്കിളിന് ഒന്നും സംഭവിക്കില്ല. താങ്ക് യു വീർ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നീ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ പേടി വരാൻ തുടങ്ങി. അയ്യോ, ഇതെന്താ? അയ്യോ അങ്കിൾ, പാന്റിലൊന്ന് ബെൽറ്റ് ഇട്ടായിരുന്നു. ഞാനാണ് ജിൻ. പറയൂ, എന്ത് ജോലിയാണ് ഇത്തവണ എനിക്കുള്ളത്? എന്നെ വേഗം നീ മുകളിൽ ആകാശത്ത് കൊണ്ടുപോ. ഓക്കെ ബോസ്. ഈ ജിന്റുവിന്റെ ഒരു കാര്യം. ഓ നോ, നീ എന്നെ എങ്ങോട്ടായി കൊണ്ടുവന്നേ? നീ പറഞ്ഞ പോലെ തന്നെ ആകാശത്ത് കൊണ്ടുവന്നു. അയ്യോ, എനിക്ക് ഇവിടെയല്ല, അവിടേക്കാ പോണ്ടേ. ചട്ടാങ്കളുടെ അടുത്തേക്ക് പോണം. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ പറയണ്ടേ. ഇന്നോ പിടിച്ചോ. എന്നത് എങ്ങോട്ടാ കൊണ്ടുവന്നേ? അയ്യോ, ഇവിടെ അല്ല. മിസ്റ്റർ ചട്ടാങ്കൾ ഇവിടെ ഇല്ല. അങ്കിളിപ്പോ ബലൂൺ കൊണ്ട് ആകാശത്തിൽ പറന്നോണ്ടിരിക്കുക. അങ്കിളുടെ പുറകെ പോണം, വേഗം. ഓക്കെ
ഓക്കേ. ഇപ്പൊ ഇവനിതെവിടെ പോയി? മിസ്റ്റർ ചഡ്ഡാങ്കിളിന്റെ പുറകെ പോയതാവൻ. ഓ നോ, എന്നെയും കൂടെ കൊണ്ടുപോകണ്ടേ ജിൻഡോ? ഇവൻ ഒരിക്കലും നന്നാവില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്നാ ഇത് നീട്ടോ, ഒന്ന് വേഗം എടു ചുൾബുൾ. നീ എന്തായി ഉണ്ടാക്കിയിരിക്കുന്നത്? ചുൾബുൾ ഒന്ന് സമ്മതിക്കേ, ചഡ്ഡാങ്കിളിനെ രക്ഷിക്കണ്ടേ. ഇംലി, നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എവിടെ നോക്കിയാടോ? അതെ കണ്ടക്ടറെ, ഇങ്ങോട്ടൊന്ന് വന്നേ, ബ്രേക്ക് കിട്ടുന്നില്ല. ബസ് ഒന്ന് നിർത്ത്, ഞാൻ ചെക്ക് ചെയ്യട്ടെ. അയ്യോ, ബസ് നിൽക്കുന്നില്ല, ബ്രേക്ക് കിട്ടുന്നില്ല. ഇനി എന്താ സംഭവിക്കുക? ഗിയറും മാറാൻ പറ്റുന്നില്ല. ബസ് നിൽക്കുന്നില്ല അമ്മേ, ഇപ്പൊ ആക്സിഡന്റ് ആവും. മമ്മി മമ്മി മമ്മി. എന്ത് പറ്റി? ബസ് എന്താ നിക്കാത്തത്? ബസ്സിനകത്ത് എന്തോ ഷോർട്ട് സർക്യൂട്ട് ആയി സാറേ. കണക്ഷൻ എല്ലാം കത്തിപ്പോയി. മമ്മി, എനിക്ക് വീട്ടിലേക്ക് പോണം. നമുക്ക് വീട്ടിലേക്ക് പോവാം മമ്മി. വണ്ടിയൊന്നും മിണ്ടാതിരിക്കേ. വീർ, ഈ ആളുകളെയെല്ലാം രക്ഷിക്കുവാനായി നീ നിന്റെ സ്വന്തം രൂപത്തിൽ വന്നേ മതിയാവൂ. ചെല്ല്, വേഗം ഈ ബസ്സിനെ നിർത്ത്. ഓക്കേ അപ്പൂപ്പ. ജിൻഡു, എന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇവിടെ ഇരുത്ത്, വേഗം. ഓക്കേ ബോസ്. Magnetic field on. ഇവിടത്തെ എല്ലാ കണക്ഷൻ വയറുകളും കത്തിപ്പോയല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്റെ ചുൾബുൾ ഒന്നവിടെ നിക്കേ. നീ ഇത് എങ്ങോട്ടായി പോകുന്നേ? എടാ പീങ്കിരിച്ചെറുക്ക, ഒരു രാജാവ് പോകുന്ന വഴി രാജാവിനെ തടയാൻ പാടില്ലെന്ന് അറിയില്ലേ? നിനക്ക് ഇതിനുള്ള ശിക്ഷ ലഭിക്കും, തീർച്ചയായും ലഭിക്കും. ജിൻഡു! തദ്ദിനാദിൻ ദിൻ. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. നിന്റെ ഡയലോഗ് അടിക്കാതെ എന്നെ ഒന്ന് രക്ഷിക്ക് ജിൻഡു. ഓക്കേ ബോസ്. നീ എന്നെ താഴെ വീഴ്ത്തുന്നതാണോ? നിക്കേ. എല്ലാവരും കാണുമ്പോ വായുവിൽ ഇങ്ങനെ നിർത്താതെ എന്നെ താഴെ ഇറക്ക്. ഓക്കേ ബോസ്, താഴെ ഇറക്കോ. ആ, ആ, നിനക്ക് ഒരു പണി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? ഇന്നു മുതൽ ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ? എല്ലാവരും എന്നെ വണങ്ങൂ. പുതിയ രാജാവ് വന്നിട്ടുണ്ടെന്ന് കാട് മുഴുവൻ വിളംബരം ചെയ്യൂ. എല്ലാവരോടും വന്നെന്നെ വണങ്ങാൻ പറയൂ. ജിൻഡു, വേഗം എന്തെങ്കിലും ചെയ്യ്, അവനെ നോർമലാക്ക്. ആദ്യം ഞാൻ രാജാവിനെ കണ്ടൊന്ന് അഭിവാദ്യം ചെയ്തിട്ട് വരാം. മഹാരാജാവ് നീണാൽ വാഴട്ടെ. എന്നെ പോലെ തുച്ഛനായ ഒരു ഗൊറില്ലയുടെ ഈ ഉപഹാരം സ്വീകരിച്ചാലും. ഞാൻ സന്തുഷ്ടനായി. തരൂ തുച്ഛനായ ഗൊറില്ലേ, നിന്റെ തുച്ഛമായ സമ്മാനം. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഉപഹാരം സമർപ്പിക്കൂ. എന്തു തോന്നുന്നു മഹാരാജാവേ?
കൊള്ളാം, വളരെ നല്ലത്. ഇതിലൊരു പക്ഷേ 2-3 ഡയമണ്ട് കൂടി വെച്ചിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെമെന്ന് തോന്നുന്നു. അതിനിപ്പോ എന്താ മഹാരാജൻ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നെന്ന് നോക്ക്. ഈ 2 മണ്ടന്മാർ ആരാണ്? മഹാരാജൻ, ഇവർ രണ്ടുപേരും അങ്ങയുടെ സേവകന്മാരാണ്. ഇവർ അങ്ങയെ നല്ലതുപോലെ സേവിക്കും. ഓഹോഹോ, വരൂ എന്റെ സേവകരെ, എനിക്കുള്ള സേവ ചെയ്യൂ. നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ. പുതിയ രാജാവിനെ വന്ന് വണങ്ങുവാൻ കാട് മുഴുവൻ നിങ്ങൾ പോയി വിളംബരം ചെയ്യൂ. അയ്യോ, വീറ് പോകുന്നത് ശരിക്കുള്ള ഗൊറില്ലയുടെ അടുത്തേക്കാണ്.